മോളിവുഡ് ടൈംസ് സിനിമയ്ക്കെതിരെ സെൻസർ ബോർഡ് നൽകിയ പരാതി പോലീസ് ശരിവെച്ചു. സിനിമ 8 ദിവസം സെൻസർ ഇല്ലാതെ പ്രദർശിപ്പിച്ചതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചു. അണിയറ പ്രവർത്തകർക്ക് ഹാജരാക്കാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. സെൻസർ ബോർഡ് ഒഴിവാക്കിയ ഭാഗങ്ങളും സംഭാഷണങ്ങളും നീക്കം ചെയ്യാതെ പ്രദർശിപ്പിച്ചുവെന്ന സെൻസർ ബോർഡിന്റെ പരാതിയിലാണ് നടപടി. സിനിമയിൽ സെൻസർ ചെയ്ത അശ്ലീല സംഭാഷണങ്ങൾ തിയേറ്ററിൽ അതേപടി കേൾപ്പിച്ചുവെന്നതാണ് പരാതിയിൽ പറയുന്നത്. റീജിയണൽ സെൻസർ ഓഫീസർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. താരസംഘടനയായ അമ്മയുടെ ജനറൽ ബോഡി യോഗം ആരംഭിച്ചു. അമ്മയുടെ നേതൃത്വം മാറണമെന്നതാണ് ഒരു വിഭാഗം അംഗങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. നേതൃത്വം സംഘടനയ്ക്ക് അവമതിപ്പുണ്ടാക്കി തെറ്റുകൾക്ക് നിരുപാധികം മാപ്പ് പറയണമെന്നും ഭരണസമിതിക്കെതിരെ ഒരു വിഭാഗം നൽകിയ അവിശ്വാസ പ്രമേയ രേഖയിൽ പറയുന്നു. എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ വഴക്ക് പറഞ്ഞു തീർക്കാനാകുന്നില്ലെന്നും പ്രമേയത്തിൽ പരാമർശമുണ്ട്. ഇതിനായി ഒരു വിഭാഗം ഒപ്പുശേഖരണം നടത്തി. ഭരണസമിതിയിലെ അംഗങ്ങൾക്കെതിരെ ഉയർന്ന ഗുരുതര ആരോപണങ്ങളിൽ പ്രസിഡന്റ് നിശബ്ദത പാലിച്ചെന്നും വിവാദങ്ങളിൽ കൃത്യമായ നിലപാടോ നടപടികളോ എടുത്തില്ലെന്നും ഇവർ ആക്ഷേപം ഉന്നയിച്ചു. പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി സ്ഥാനങ്ങളിലേക്ക് വനിതകൾ എത്തിയതിനു ശേഷമുള്ള ആദ്യ വാർഷിക ജനറൽ ബോഡി യോഗമാണ് ഇന്നത്തേത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധനാ സമിതിയിൽ നിന്ന് കേരള പ്രതിനിധിയെ മാറ്റി കേന്ദ്ര സർക്കാർ. പരിശോധനയ്ക്കായി ഇക്കൊല്ലം ജനുവരിയിൽ രൂപീകരിച്ച സമിതിയിൽ നിന്നാണ് കേരളം നിർദ്ദേശ വിദഗ്ധനെ ഒഴിവാക്കിയത്. TK ശിവരാജനെയാണ് കേന്ദ്രം ഏകപക്ഷീയമായി മാറ്റിയത്. പകരം നിയമിച്ചിരിക്കുന്നത് UP സ്വദേശിയായ ML ശർമ്മയാണ്. സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം രൂപീകരിച്ചതാണ് സമഗ്ര സുരക്ഷാ പരിശോധന സമിതി. TK ശിവരാജൻ വ്യക്തിപരമായ കാരണങ്ങളാൽ വിട്ടുനിൽക്കുകയായിരുന്നു എന്നതാണ് കേന്ദ്രത്തിന്റെ വിശദീകരണം. കേന്ദ്ര ജല കമ്മീഷൻ മുൻ ചീഫ് എഞ്ചിനീയറാണ് അദ്ദേഹം. IIT റൂർക്കോയിലെ പ്രൊഫസറാണ് ML ശർമ്മ. നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ മുൻ CMD ബൽരാജ് ജോഷിയാണ് സമിതി ചെയർമാൻ. ഈ മാസം 16-നാണ് നിയമനം സംബന്ധിച്ച പുതിയ ഉത്തരവിറക്കിയത്. എന്നാൽ ശിവരാജനെ മാറ്റിയത് സംബന്ധിച്ച് അറിഞ്ഞിട്ടില്ല എന്നതാണ് സംസ്ഥാന സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. കോഴിക്കോട് നഗരത്തിൽ സമയത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് വീണ്ടും ബസ്സുകൾ തമ്മിൽ ഇടിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ യാത്രക്കാർക്ക് പരിക്കേറ്റു. കോഴിക്കോട് മാവൂർ റോഡിലാണ് സംഭവം. നഗരത്തിൽ നിന്നും മാവൂരിലേക്ക് പോവുകയായിരുന്ന ബസ്സുകളിലെ ജീവനക്കാർ തമ്മിലുള്ള തർക്കമാണ് ഇടിപ്പിക്കലിൽ കലാശിച്ചത്. പുതിയ സ്റ്റാൻഡിൽ നിന്നും യാത്ര ആരംഭിച്ച ഉടനെയാണ് സംഭവം. 2 യാത്രക്കാർക്കാണ് പരിക്കേറ്റത്. മാവൂരിലേക്ക് പോവുകയായിരുന്ന മലബാർ എന്ന ബസ് നിള ബസ്സിലാണ് തട്ടിയത്. നിള ബസ്സിൽ ഉണ്ടായിരുന്ന യാത്രക്കാർക്കാണ് പരിക്കേറ്റത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു.